കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 105-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാലും ആ അധ്യായത്തിൽ തന്നെ നിന്നുകൊണ്ട് സ്നേഹമെന്ന വിഷയത്തെക്കുറിച്ച് ഈ എപ്പിസോഡിൽ ദൈവവചനം ധ്യാനിക്കുവാനായി ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 13-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചുവെങ്കിലും ആ 13-ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറി ആദ്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കൾക്ക് അറിയാം, 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലാണ് കർത്താവിൻ്റെ പ്രൈവറ്റ് മിനിസ്ട്രി. ശിഷ്യന്മാരോട് കർത്താവ് പ്രൈവറ്റായി സംസാരിക്കുന്ന വേദഭാഗമാണ്. 2 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി ആയിരുന്നു. 13-ാം അധ്യായം തുടങ്ങുമ്പോൾ അന്ത്യ അത്താഴത്തിൻ്റെ രംഗമാണ്. 13-ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യ അത്താഴത്തിനിരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് നമ്മൾ ഇതിനോടകം ധ്യാനിച്ചു. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാൽ കഴുകുന്നതിൻ്റെ അർത്ഥം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂദയെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തുന്നു. 31 മുതൽ 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വരെ കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ആദ്യത്തെ ഡിസ്കോഴ്സാണ്. അതിൽ 31 മുതൽ 38 വരെ ഉള്ള 13-ാം അധ്യായത്തിലെ വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചിരുന്നു. ആ 13-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലെ 2 വാക്യങ്ങൾ വായിച്ച് ആ വാക്യങ്ങളെ ആസ്പദമാക്കി സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 13-ാമത്തെ അധ്യായം അതിന് 34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഈ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിക്കുകയും 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ അത് ധ്യാനിക്കുകയും ചെയ്തതാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ആകയാൽ ഈ എപ്പിസോഡിലും ആ വേദഭാഗം ധ്യാനിക്കുവാനായി സമയമെടുക്കുകയാണ്. 35-ാം വാക്യം ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് ലോകം നമ്മെ അറിയണമെങ്കിൽ വരങ്ങൾ കൊണ്ട് മാത്രം സാധ്യമല്ല. ഏതെങ്കിലും എക്സ്റ്റേണലായിട്ടുള്ള ക്രമീകരണങ്ങൾ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റെന്തെങ്കിലുമോ അതുകൊണ്ടൊന്നും ലോകത്തിന് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം ദൈവമക്കളെ വിളിക്കണമെങ്കിൽ
ഡിസൈപ്പിൾഷിപ്പിൻ്റെ മാർക്കാണ് ജെനുവിൻ ലവ് അമംഗ് ദ ബ്രദേഴ്സ്. ഇത് ദൈവമക്കൾ ദയവായിട്ടൊന്ന് ചിന്തിക്കണം. പലപ്പോഴും പ്രസംഗം, കൃപാവരങ്ങൾ, പുറത്തു നമ്മൾ വരുത്തിയ ക്രമീകരണങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ആളുകൾക്ക് നാം ദൈവമക്കളാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് നമ്മൾ അറിയിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതൊക്കെ വളരെ ഈസി കാര്യങ്ങളാണ്, എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാണ് ആളുകൾ ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാർ. ശിഷ്യൻ എന്ന വാക്ക് ഇതിനോടകം ദൈവമക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫോളോവർ ഓഫ് ജീസസ്, കർത്താവിനെ ആഴമായി അനുഗമിക്കുന്ന ആളുകളെയാണ് ശിഷ്യർ എന്ന് പറയുന്നത്. യേശു സ്നേഹിച്ചതുപോലെ തമ്മിൽ സ്നേഹം കണ്ടാണ് ലോകം ഇവർ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുവാൻ പോകുന്നത്. അപ്പോൾ ദൈവസഭകളിലേക്ക് കർത്താവ് ഡിഫൈൻ ചെയ്യുന്ന ഈ സ്നേഹമാണ് മടങ്ങി വരേണ്ടത്. 34-ാം വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതാണ്, പഴയ നിയമത്തിലും അയൽക്കാരനെ സ്നേഹിപ്പാൻ കൽപ്പനയുണ്ട്. ദൈവത്തെ സ്നേഹിക്കണമെന്നും അയൽക്കാരനെ സ്നേഹിക്കണമെന്നും കൽപ്പനയുണ്ട്. ലേവ്യ പുസ്തകം 19:18 ഞാനിവിടെ ഒന്ന് വായിക്കാം. അത് ഈ വാക്യവുമായിട്ട് വളരെ ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ആ വാക്യം: നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. യോഹന്നാൻ 13:34 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പഴയ നിയമത്തിൽ അതുണ്ട്, പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നു പുതിയൊരു കൽപ്പന ഞാൻ തരുന്നു. അതെങ്ങനെയാണ് പുതിയതാകുന്നത് എന്ന് നമ്മുടെ ഉള്ളത്തിലൊരു ചിന്തയുണ്ടെങ്കിൽ ഈ 34-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ അർത്ഥത്തിലാണ് പുതിയൊരു കൽപ്പന എന്ന് കർത്താവ് പറയുന്നത്. ഇങ്ങനെയാണ് 2-ാം ഭാഗം: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ലേവ്യ പുസ്തകത്തിൽ നിങ്ങളെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇവിടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ആ അർത്ഥത്തിലാണ് പുതിയൊരു കൽപ്പന എന്ന് കർത്താവ് പറയുന്നത്. അങ്ങനെ സ്നേഹം വിശുദ്ധന്മാർ തമ്മിൽ വെളിപ്പെടുമ്പോൾ ലോകം ഇവർ യേശുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന് പറയും. ഒരർത്ഥത്തിൽ കർത്താവ് ലോകത്തിന് ഒരവസരം കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ജനത്തെ ഡിസേൺ ചെയ്യുവാൻ, വിവേചിക്കുവാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ഒരു ടീച്ചിങ്ങാണ്. ഇത് ദൈവമക്കൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ഈ ഒരൊറ്റ സബ്ജക്റ്റ് ഒന്ന് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ സമയമെടുക്കുന്നത്. പുതിയ നിയമം ദൈവമക്കൾക്കറിയാമല്ലോ, ഗ്രീക്ക് ഭാഷയിലാണ് ഒറിജിനലി ഇത് എഴുതിയിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് ഒരു വാക്കല്ല, പല വാക്കുകളുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ ലവ് എന്നൊരു വാക്കാണ്, മലയാളത്തിൽ സ്നേഹമെന്ന് നമ്മൾ കാണും. ഈ ലവ് എന്ന ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം. ഐ ലവ് മൈ ബ്രദർ, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു.
ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ടേബിൾ, ഐ ലവ് ദിസ് ടേബിൾ. പക്ഷേ ആ രണ്ട് സ്നേഹങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ടെങ്കിലും അത് രണ്ടും ഈ ഒരൊറ്റ വാക്ക് ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന വാക്കുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നാൽ ഗ്രീക്കിൽ ഇങ്ങനെയല്ല. വ്യത്യസ്ത വാക്കുകളുണ്ട്. പല സ്നേഹങ്ങളെയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കത്തക്കവണ്ണം, മനസ്സിലാക്കത്തക്കവണ്ണം മൂലഭാഷയാകുന്ന ഗ്രീക്കിൽ വ്യത്യസ്ത വാക്കുകളുണ്ട്. ഞാനതൊന്ന് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത് അഗപ്പേ എന്ന ഒരു വാക്ക്. അഗപ്പേ എന്ന ആ വാക്ക് വാസ്തവത്തിൽ അതിൻ്റെ നൗൺ ഫോമാണ്. അഗപ്പേയോ എന്നതാണ് ക്രിയാപദം. പുതിയ നിയമത്തിനു വേണ്ടി കോയിൻ ചെയ്തൊരു വാക്കാണ് അഗപ്പേ. ക്ലാസിക്കൽ ഗ്രീക്ക് ഭാഷയിൽ ആ വാക്ക് ഇല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അഗപ്പേ എന്ന വാക്ക് ആണ് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനായി വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യത്തിൽ അഗപ്പേ എന്ന വാക്കാണ്. അപ്പോൾ അത് ന്യൂ ടെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രം കോയിൻ ചെയ്ത ഒരു പ്രത്യേക വാക്കാണ്. വേറൊരു വാക്ക് ഗ്രീക്കിലുള്ളത് ഫിലേയോ എന്നൊരു പ്രയോഗമാണ്. ബ്രദർലി ലവ്, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. മൂന്നാമത് ഒരു വാക്കുണ്ട് സ്റ്റോർഗേ, ഫാമിലി ലവ്, പേരൻസിന് കുഞ്ഞുങ്ങളോടുള്ള, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള ആ സ്നേഹം. നാലാമത് ഒരു പ്രയോഗമുണ്ട് ഇറോസ്. ഇറോസ് എന്ന വാക്ക് ന്യൂ ടെസ്റ്റ്മെൻറ്റിലില്ല. പക്ഷേ ഗ്രീക്കിൽ ആ പ്രയോഗവും കാണുവാൻ കഴിയും. ഇറോസ് എന്ന വാക്കിൽ നിന്നാണ് എറോട്ടിക് എന്ന ഇംഗ്ലീഷ് പ്രയോഗം നമ്മൾക്ക് കിട്ടുന്നത്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പം അഗപ്പയുണ്ട്, ഫിലേയോ ഉണ്ട്, സ്റ്റോർഗെ ഉണ്ട്, ഇറോസ് ഉണ്ട്. ഇതെല്ലാം തർജ്ജമ ചെയ്താൽ ലവ്, സ്നേഹം എന്ന് മാത്രമേ തർജ്ജമയിൽ വരികയുള്ളൂ. അപ്പം ഇവിടെ പറയുന്നത് അഗപ്പെ സ്നേഹമാണ്. പ്രതിഫല ഇച്ഛ കൂടാതെ ദൈവം കർത്താവിൽ നമ്മെ സ്നേഹിച്ചതുപോലെ സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായി കൈക്കൊണ്ട, വിശ്വാസ ജീവിതത്തിൽ കാൽച്ചുവടുകളെ വെച്ച, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാനായി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ തമ്മിൽ അഗപ്പെ സ്നേഹം, പ്രതിഫല ഇച്ഛ കൂടാതെ ഉള്ള സ്നേഹം, അതാണ് കർത്താവ് ഇവിടെ കൽപ്പിക്കുന്നത്. അങ്ങനെ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നാം കർത്താവിനെ അനുഗമിക്കുകയാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് എല്ലാവരും പറയും. കാരണം കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള സ്നേഹമാണ്. ഈവൻ വൈൽ വി വർ സിന്നേഴ്സ് ഗോഡ് ലവ്ഡ് us and he gave his only begotten son for us. ശിഷ്യന്മാർ തമ്മിൽ വെളിപ്പെടുമ്പോൾ ലോകം പറയും, യെസ്, ഇവർ ട്രൂലി ദേ ആർ ഫോളോയിങ് ജീസസ്, ഇവർ വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പം ഇത് സാക്രിഫിഷ്യൽ ലവ് ആണ്. അതുപോലെ തന്നെ ഏത് ഇൻകൺവീനിയൻസുകളും വോളണ്ടറിയായി സഫർ ചെയ്യുവാൻ വില്ലിംഗ് ആയിട്ടുള്ള സ്നേഹമാണ്. എത്രയൊക്കെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആളുകൾ നമുക്ക് നേരെ അഴിച്ചുവിട്ടാലും അതിനപ്പുറമായി ആളുകളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, അതാണ് വാസ്തവത്തിൽ അഗപ്പെ സ്നേഹം. എത്ര ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിലും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ വണ്ണം അങ്ങോട്ട് സ്നേഹിക്കുക, അതാണ് അഗപ്പെ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വാക്ക് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാൻ ബൈബിളിലെ വളരെ മനോഹരമായ ഒരു അധ്യായം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ബൈബിളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. സ്നേഹത്തെക്കുറിച്ചാണ് ആത്മനിറവിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന സ്നേഹം അഗപ്പെ സ്നേഹമാണ്. ആ അധ്യായം പഠിക്കുവാൻ ധാരാളം സമയം വേണ്ടിവരും. അത്രയും ഡീറ്റെയിലേക്ക് പോകാതെ അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാലും അത് മനസ്സിലാക്കുവാനായി 1-2 വാക്കുകളിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവമക്കളോട് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ചാണ് ആ അധ്യായം. കൊരിന്ത് സഭ ആത്മനിറവുള്ള ഒരു സഭയാണ് എങ്കിലും അകത്ത് ഒരുപാട് ഡിവിഷൻസ് ആ സഭയിൽ ഉണ്ട്. പരിശുദ്ധാത്മ നിറവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആ സഭയിലുണ്ട്. അന്യഭാഷ, പ്രവചനം, വെളിപ്പാട് ഇതെല്ലാം ഉണ്ട്. അവർക്ക് ദൈവവചനം നന്നായി അറിയാവുന്നവരാണ്. എങ്കിലും അവരുടെ ഇടയിൽ ഭിന്നതയും ഈർഷ്യയും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ വിശ്വാസികൾ തമ്മിൽ കോർട്ടിൽ പോകുന്നുണ്ട് കേസ് പറയാൻ. അവരുടെ ഇടയിൽ ഇമ്മോറാലിറ്റി ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ അവരടുത്ത് വരുമ്പോഴും അവർ തമ്മിൽ ഒരു യൂണിറ്റി ഇല്ലാതെ പെരുമാറുന്നതായിട്ട് കൊരിന്ത് ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് ഈ 13-ാം അധ്യായം വളരെ ആവശ്യമായിരുന്നു. അവർക്ക് മാത്രമല്ല, ഈ കാലഘട്ടത്തിലായിരിക്കുന്ന ദൈവസഭയ്ക്ക് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ആത്മീക വരങ്ങളെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നു. 14-ാം അധ്യായത്തിൽ ആത്മീക വരങ്ങൾ ദൈവസഭയിൽ എക്സർസൈസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ആത്മീക വരങ്ങൾ വളരെ സമ്പന്നരായിരുന്നു കൊരിന്ത്യർ. പക്ഷേ അത് സ്നേഹത്തിലൂടെ അല്ലാതെ ദൈവസഭയിൽ പ്രാക്ടീസ് ചെയ്താൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്നതാണ് ഈ 3 അധ്യായങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യത നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലവ്, അവിടെ അല്പമായിട്ടൊന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയാണ്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹം നിത്യമാണ് എന്നതാണ് പൗലോസ് സ്ഥാപിക്കുന്നത്. നമുക്ക് ആ 4 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. സ്നേഹത്തിൻ്റെ സ്വഭാവം. നമ്മുടെ ഈ എപ്പിസോഡിൽ അഗപ്പെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഗപ്പെ സ്നേഹം എങ്ങനെയിരിക്കും? ഡിവൈൻ ലവ് ആണ്, പ്രതിഫല ഇച്ഛ കൂടാതെയുള്ള സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ ഈ 4-ാമത്തെ വാക്യം മുതൽ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ കൈവശം ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം മുതലാണ് ഞാൻ ഇവിടെ ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത്. 4-ാമത്തെ വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. അഗപ്പെ സ്നേഹം, ഡിവൈൻ ലവ്, ശിഷ്യന്മാർക്കുണ്ടാകണമെന്ന് കർത്താവ് കൽപ്പിക്കുന്ന ഈ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹമാണ്. വാസ്തവത്തിൽ ആ മലയാളം തർജ്ജിമ അത് സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. അതിന് ഇംഗ്ലീഷിൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ ലോങ് സഫറിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ദിവസം തന്നെ ഒരേ കാര്യം ഒരാൾ നമുക്ക് വിരോധമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യം ചെയ്യുമ്പോഴും ക്ഷമ ചോദിക്കുന്നു. പക്ഷെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴും ഒരിക്കലും അയാളോട് ദേഷ്യപ്പെടാതിരിക്കുന്ന, ദീർഘമായി അയാളോട് ക്ഷമിക്കുന്ന, 70 വട്ടം എന്ന് പറയുന്നത് പോലെ ക്ഷമിക്കുന്ന ആ ഒരു സ്വഭാവമാണ് അഗപ്പെ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ മനുഷ്യനോട് ഇറിറ്റേറ്റഡ് ആകുന്നില്ല,
പിന്നെയും പിന്നെയും അയാൾ ഒന്നിൽ സംസാരത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. പക്ഷേ തിരിച്ച് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നില്ല, എക്സ്പ്ലോഡ് ചെയ്യുന്നില്ല, റിറ്റാലിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ദീർഘമായി ക്ഷമിക്കുന്ന സ്വഭാവം, ദാറ്റ് ഈസ് അഗപ്പെ ലവ്. ദീർഘമായി ക്ഷമിക്കുന്നു. രണ്ടാമത് ദയ കാണിക്കുകയും. അപ്പോൾ അഗപ്പെ സ്നേഹം ദയയുടെ ഫീലിംഗ് അല്ല, ദയ കാണിക്കുകയാണ്. കൈൻഡ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ദീർഘമായി ക്ഷമിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഈ എതിരാളിയോട്, തിന്മ പറയുന്ന, തിന്മ പ്രവർത്തിക്കുന്ന എതിരാളിയോട് സമയം കിട്ടുമ്പോൾ ദയ കാണിക്കൂടാ. ദാറ്റ് ഈസ് അഗപ്പെ ലവ്. നമ്മൾ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സമയത്ത് നാം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിനാൽ ഈ ഒരു സ്നേഹമാണ് ദൈവം നമുക്ക് ദാനമായി തരുന്നത്. ഗലാത്യർ 5:22 പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. പലപ്പോഴും നമ്മൾ വരങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. വരം പുതിയ നിയമസഭയ്ക്ക് ആവശ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ലോകം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയണമെങ്കിൽ ഈ അഗപ്പെ സ്നേഹമാണ് നമ്മളിൽ വെളിപ്പെടേണ്ടത്. ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ന് നമുക്ക് വരമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ദൈവസഭയിലുണ്ട്. പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ദിസ് ടൈപ്പ് ഓഫ് അഗപ്പെ ലവ്. അതിനൊരു മാറ്റമുണ്ടാകണം. ദൈവമക്കൾ തമ്മിൽ ആഴമായി സ്നേഹിപ്പാൻ ദൈവം നമ്മൾക്ക് കൃപ തരും. ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ വരുമ്പോൾ ആ ഒരു കൃപയാണ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾക്ക് ഹോളി സ്പിരിറ്റിനെ കൂടാതെ അങ്ങനെ ഒരു കപ്പാസിറ്റി നമുക്കില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മൾക്ക് കൃപ തരും. അഗപ്പെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. 2, ദയ കാണിക്കുന്നു. മൂന്നാമത് അവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്കുന്നില്ല എന്ന വാക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുമ്പോൾ ജലസ്, അസൂയപ്പെടുന്നില്ല. അത് രണ്ടർത്ഥത്തിൽ ചിന്തിക്കാം. ജലസി ഉണ്ട്, എൻവി ഉണ്ട്. നമ്മൾ ആ രണ്ടർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരാൾക്കുള്ള കാര്യം ആഗ്രഹിക്കുന്നതാണ് ജലസി. എൻവി എന്നുള്ളത് ആ ആളിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യം അയാൾക്കൂടെ നഷ്ടപ്പെടട്ടെ എന്നുള്ള തീവ്രമായ ആഗ്രഹം. അഗപ്പെ സ്നേഹത്തിൽ അങ്ങനെയില്ല. മറ്റൊരാളുടെ സൗന്ദര്യമാകട്ടെ, മറ്റൊരാളുടെ ടാലൻ്റ് ആകട്ടെ, മറ്റൊരാളുടെ പൊസിഷനാകട്ടെ, എന്തുമാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, അതിൽ സന്തോഷിക്കുന്നു. അത് വേണമെന്നോ അത് അദ്ദേഹത്തിന് നഷ്ടമാകട്ടെ എന്ന് ഒരിക്കലും ആഗ്രഹം വരുന്നില്ല. ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. അവിടെ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്ന ആ 2-ാം ഭാഗം മുതൽ 8 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾക്കത് വായിക്കുമ്പോൾ 8 നെഗറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ലവ്. അതിലൊന്നാമതാണ് സ്പർദ്ധിക്കുന്നില്ല എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ജലസ് എന്ന വാക്കാണ്. പല തർജ്ജമകളിലും ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് പിന്നീട് കാണുവാൻ കഴിയും. നിഗളിക്കുന്നില്ല എന്നതിന് ഇംഗ്ലീഷിൽ ബോസ്റ്റ് എന്ന വാക്കാണ്. കുറച്ചുകൂടെ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ സ്നേഹം നിഗളിക്കുന്നില്ല. ആ നിഗളം എന്നവിടെ അർത്ഥമാക്കുന്നത് പ്രാദേശിക സഭയിൽ തന്നെത്താൻ പ്രൊജക്റ്റ് ചെയ്ത് കേമനാകുവാൻ ശ്രമിക്കുന്നില്ല. അഗപ്പെ സ്നേഹത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല.
തന്നെത്താൻ ആ നിലയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുടുംബത്തെക്കുറിച്ചും താലന്തിനെക്കുറിച്ചും ഒക്കെ അവരവർ വിശേഷിപ്പിക്കുക, ബ്രാഗ് ചെയ്യുക, ബോസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഒരിക്കലും വരികയില്ല. നമ്മൾ മൂന്നാമത് കണ്ടത് സ്പർദ്ധിക്കുന്നില്ല എന്ന ആ ഒരു വിഷയമാണ്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജലസിയാണ്, അസൂയ. മറ്റുള്ള ഒരാളിൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താലന്തിനെ കണ്ട് എനിക്ക് അസൂയ തോന്നുക. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് നിഗളിക്കുന്നില്ല എന്ന വിഷയം. സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ അവരവരെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യുന്ന പ്രവണതയുണ്ട്. ഈ ബോസ്റ്റ് ചെയ്ത് സ്വയം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ മൂന്നാമത്തായിട്ട് സ്നേഹത്തെക്കുറിച്ച് കണ്ടത് അസൂയപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് നിഗളിക്കുന്നില്ല. ഈ തമ്മിലുള്ള കണക്ഷനാണ്. സ്വയമായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുക. ഒരിക്കലും സ്നേഹത്തിൽ അങ്ങനെ ഒരിക്കലും വരുന്നില്ല. ആ സ്നേഹമാണ് അഗാപ്പെ സ്നേഹം. ഞാൻ പെട്ടെന്ന് 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 8 ഡിസ്ക്രിപ്ഷൻസ് നെഗറ്റീവ് രീതിയിലാണ് അവിടെ പറയുന്നത്. 5-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചീർക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൗഡ്, പഫ്ഡപ്പ് അല്ല, അറോഗൻ്റ് അല്ല എന്ന അർത്ഥമാണ് അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഞാനാണ് ഈ സഭയിലെ ഏറ്റവും വലിയ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളത് എന്ന മനോഭാവം ഒരിക്കലും അഗപ്പെ സ്നേഹത്തിൽ വരുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന് വളരെ നല്ല എക്സാമ്പിളാണ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ തന്നോട് ചോദിക്കുന്നവരോട് പറയുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, സ്വന്തമായിട്ട് യാതൊരു പ്രൊജക്ഷനുമില്ല, പ്രൗഡല്ല, പഫ്ഡപ്പ് അല്ല, ആ നിലയിലല്ലാതെ തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ ആത്മപൂർണനായ ഒരു മനുഷ്യനായിരുന്നു. ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ കർത്താവ് രംഗപ്രവേശനം ചെയ്ത് കർത്താവിൻ്റെ മിനിസ്ട്രി യോഹന്നാൻ സ്നാപകനേക്കാൾ ബെറ്ററായി ആളുകളെല്ലാം കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന സമയത്താണ് യോഹന്നാൻ സ്നാപകൻ തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് പ്രൊജക്റ്റ് ചെയ്യാതെ കർത്താവിങ്കിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ യോഹന്നാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രസ്താവനയാണ് 3-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. നമ്മളിതൊക്കെ ധ്യാനിച്ചതായതുകൊണ്ട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ സൂചനകൾ തന്ന് മാത്രം വിടുകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി. ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ പറയാണ്, ഞാൻ കുറയണം, അവനാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, വളരേണ്ടത്. അപ്പം വാസ്തവത്തിൽ അതാണ് അഗപ്പെ സ്നേഹം. അല്ലാതെ തന്നെത്താൻ എൻ്റെ കുടുംബമാണ് സുപ്പീരിയർ, എൻ്റെ ടാലൻ്റാണ് സുപ്പീരിയർ, ഞാനില്ലെങ്കിൽ സഭയ്ക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്നൊക്കെ ഉള്ള മട്ട് അഗപ്പെ സ്നേഹത്തിൽ വരുന്നതല്ല. അപ്പം നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഈ അഗപ്പെ സ്നേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ കണ്ടു, ഇതിനോടകം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, അതിനുശേഷം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. അടുത്തത് 6-ാമതായി അയോഗ്യമായി നടക്കുന്നില്ല. നോട്ട് ഇൽ മാനേർഡ്
എന്നാണ് ചില തർജ്ജിമകളിൽ നമുക്ക് ഇംഗ്ലീഷിൽ കാണുവാനായിട്ടുള്ളത്. വേണ്ട മാനേഴ്സ് ഇല്ലാതെ, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് സെൻസിറ്റീവ് അല്ലാതെ എന്തും പറയുക, എന്തും കാണിക്കുക, അതൊരിക്കലും അഗാപ്പെ സ്നേഹത്തിൽ വരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ആരാധനകളിൽ നമുക്ക് പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 14 അധ്യായം ശ്രദ്ധിച്ചാൽ അവരുടെ ആരാധനകളിൽ അവർ അന്യഭാഷ പറഞ്ഞ് മറ്റൊരാളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, ആ നിലയിൽ എല്ലാവരും കൂടെ ചേർന്ന് അന്യഭാഷ പറയുക, മാനേഴ്സ് ഇല്ലാതെ ഇൽ മാനേർഡായിട്ട് അവർ ബിഹേവ് ചെയ്യുന്ന ആ പ്രവണത നമ്മൾക്ക് 14 അധ്യായത്തിൽ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് കഴിയും. ആ പശ്ചാത്തലത്തിലാണ് അയോഗ്യമായി നടക്കുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലും, വിശ്വാസി സമൂഹം എന്നെ കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം, അവിശ്വാസികളോടുള്ള ബന്ധത്തിലും നമ്മളിത് വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഈ സ്നേഹം ഓപ്പറേറ്റ് ചെയ്യാത്ത, ക്രിസ്തുവിനെ വേണ്ടവണ്ണം അറിയാത്ത ആളുകൾ ചില വാക്കുകൾ പറയുക, അവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ എന്നാലും പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് ഇടയായിത്തീരണം. അത് വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സുവിശേഷത്തിൻ്റെ മെസ്സേജിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് സുവിശേഷം കൊണ്ടുപോകുന്ന മെസ്സഞ്ചർ തന്നെയാണ്. കാരണം അവിശ്വാസിയായ ഒരാളിൻ്റെ പെരുമാറ്റച്ചട്ടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇൽ മാനേർഡായിട്ട് അല്ലെങ്കിൽ അയോഗ്യമായി ഞാൻ അവരോട് പെരുമാറുന്നത് നിമിത്തം, വേണ്ടാത്ത വാക്കുകളായിരിക്കാം, പെരുമാറ്റമായിരിക്കാം, അത് നിമിത്തം സുവിശേഷം, ഈ വലിയ ഗോസ്പൽ മെസ്സേജ്, ഈ സദ്വർത്തമാനം അവർ സ്വീകരിക്കാതെ വണ്ണം തിരസ്കരിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അയോഗ്യമായി നടക്കുന്നില്ല. അടുത്തത്, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇത് 7ാമത്തെ കാര്യമാണ്. നോട്ട് സെൽഫിഷ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമ. വാസ്തവത്തിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവനും യു ക്യാൻ സീ ഇറ്റ് ഇൻ ജീസസ്. കർത്താവായ യേശുക്രിസ്തു ഈ താണ ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി വന്നു, ദാസനായി അനേകരെ ശുശ്രൂഷിക്കാനാണ് വന്നത് എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒന്നും പിടിച്ചു വെക്കാതെ, കർത്താവ് ഒരിക്കലും സെൽഫിഷ് അല്ലായിരുന്നു. ഹി കെയിം ടു സെർവ്. ഇതാണ് അഗപ്പെ സ്നേഹത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, കൊരിന്തുകാർ ആത്മീക വരങ്ങൾ ഉപയോഗിച്ചത് പലപ്പോഴും സെൽഫിഷായിട്ട് ഉള്ള ചിന്തയിലാണ്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6 അധ്യായത്തിൽ ഇവർ തന്നെ തമ്മിൽ പ്രശ്നമുണ്ടായി കോടതിയിൽ പോവുകയാണ്. അവരുടെ സെൽഫിഷായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അഗപ്പെ സ്നേഹം ദൈവസഭയിൽ വ്യാപരിച്ചാൽ ഒരിക്കലും പ്രതിഫല ഇച്ഛ കൂടാതെ അയാളെ സ്നേഹിക്കുക എന്ന ആ മനോഭാവത്തിലേക്ക് വരുവാനായിട്ട് കഴിയും. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. 8ാമത്, ദ്വേഷ്യപ്പെടുന്നില്ല. നോട്ട് ഇറിറ്റബിൾ, നോട്ട് പ്രൊവോക്ഡ് എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള തർജ്ജിമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരിക്കലും പ്രൊവോക്ഡ് ആകത്തില്ല. അങ്ങനെയുള്ള ഇറിറ്റേഷൻ വരാത്ത ഒരു സ്നേഹമാണ് അഗപ്പെ സ്നേഹം. അഗപ്പെ സ്നേഹമുള്ളവരെ നമ്മളിങ്ങനെ നാടൻ ഭാഷ പറഞ്ഞാൽ ചൊറിഞ്ഞ് ഇറിറ്റേറ്റഡ് ആക്കാൻ കഴിയത്തില്ല. അതുപോലെ ആഴമുള്ള സ്നേഹമാണ് അഗപ്പെ സ്നേഹം. ഈ സ്നേഹത്താലാണ് കർത്താവ് നമ്മെ നിറയ്ക്കുവാനായി ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ അഗപ്പെ സ്നേഹത്താൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നത് നമ്മൾ ആഗ്രഹിച്ച ഒരു റെക്കഗ്നീഷനോ പ്രൊമോഷനോ നമുക്ക് കിട്ടാതെ നമ്മളെ സഹോദരന് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും.
പക്ഷേ അഗപ്പെ സ്നേഹത്തിൽ അങ്ങനെ ഒരിക്കലും വരുന്നില്ല എന്ന് നമ്മൾ കാണുവാൻ കഴിയും. 9ാമതായി നമ്മൾ കാണുന്നത് ദോഷം കണക്കിടുന്നില്ല. ഡസ് നോട്ട് കീപ്പ് എ റെക്കോർഡ് ഓഫ് റോങ്സ്. അഗപ്പെ സ്നേഹത്തിൽ അങ്ങനെയില്ല. ഇന്നതൊക്കെ ചെയ്തു, ഇന്നയാൾ ചെയ്തു എന്ന് പറഞ്ഞ് ആ റെക്കോർഡ് ഒരിക്കലും വെക്കുന്നില്ല. അതൊക്കെ അക്കൗണ്ട്സിൽ ബുക്ക് കീപ്പിങ്ങിലും ഒക്കെയാണ് വരേണ്ടത്. പക്ഷെ പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും, ആളുകളോട് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് വെച്ചിട്ട് അതിന് കണക്ക് തീർക്കുവാൻ നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. ദാറ്റ്സ് നോട്ട് ലവ്. അത് ക്രിസ്ത്യൻ ലവേ അല്ല. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോകം കണ്ട് ദൈവമക്കളെ പരിഹസിക്കുവാനിടയായിത്തീരുന്നത്. കാരണം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് വെച്ചിട്ട് ലോകക്കാരൻ്റെ അടുക്കൽ ചെന്നാണ് സ്വന്തം സഹോദരനെതിരെ പോരാടുന്നത്. ജാതികളുടെ കോർട്ടിൽ ചെന്നിട്ടാണ് സഹോദരന്മാർ തമ്മിൽ കേസ് പറയുന്നത്. എത്ര ലജ്ജാകരമായ കാര്യമാണ്. നമ്മെ കർത്താവ് വിളിച്ച ആ വലിയ ഉന്നതമായ വിളിയിൽ നിന്ന് ദൈവമക്കൾ മാറിപ്പോകുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. 9ാമത് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നത് ദോഷം കണക്കിടുന്നില്ല. ഡസ് നോട്ട് കീപ്പ് റെക്കോർഡ് ഓഫ് റോങ്സ്. 10ാമത് അതിൻ്റെ 6ാം വാക്യം, അനീതിയിൽ സന്തോഷിക്കാതെ. അനീതിയിൽ സന്തോഷിക്കാതെ, നോട്ട് ഹാപ്പി വിത്ത് ഈവിൾ എന്ന് ചിലയിടത്തും. ആ ഈവിൾ വാസ്തവത്തിൽ അൺറൈച്ചസ്നെസ് ആണ്. അനീതി എന്നുള്ളതാണ് വളരെ നല്ല തർജ്ജിമ. ദൈവത്തിൻ്റെ ഹിതമെല്ലാമാണ് നീതി, ദാറ്റ് വിച്ച് ഈസ് റൈറ്റ്. അനീതിയിൽ സന്തോഷിക്കാത്ത സ്നേഹം. എൻ്റെ സഹോദരൻ അനീതി കാണിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കാതെ അവനെ തിരുത്തി ആ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം. അല്ലാതെ പാപത്തിലോ മറ്റെന്തെങ്കിലും അനീതിയിൽ ഒരാൾ പിടിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഏഷണി പറഞ്ഞ് നടക്കുകയല്ല. അത് അഗപ്പെ സ്നേഹത്തിലില്ല. അനീതി ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ അവനെ സ്നേഹത്തിൽ തിരുത്തുന്ന മനോഭാവം, അനീതിയിൽ സന്തോഷിക്കാതിരിക്കുന്ന അനുഭവം. അനീതിയിൽ സന്തോഷിക്കുന്നവൻ വാസ്തവത്തിൽ പാപത്തിൽ സന്തോഷിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഗോസിപ്പ് പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ, മറ്റുള്ളവർ ചെയ്ത പാപം അനേകരോട് പറഞ്ഞ് അതൊരിക്കലും അഗപ്പെ സ്നേഹത്തിൽ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 11ാമതായി സത്യത്തിൽ സന്തോഷിക്കുന്നു. ലവ് റിജോയ്സസ് വിത്ത് ദ ട്രൂത്ത്. 8 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് പറഞ്ഞ ശേഷം 7ാമത്തെ വാക്യത്തിൽ ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. സത്യത്തിൽ സന്തോഷിക്കുന്നു. എന്താ സത്യം? അനീതിയിൽ രസിക്കുന്നില്ല. എന്നിട്ട് പറയാണ് സത്യത്തിൽ സന്തോഷിക്കുന്നു. അനീതി എന്താ? പാപമാണ്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നില്ല. സത്യമെന്താ? ദൈവത്തിൻ്റെ വചനമാണ് സത്യം. കർത്താവായ യേശുക്രിസ്തുവാണ് സത്യം. ആ സത്യത്തിൽ റിജോയ്സ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യണം. ഉപദേശപരമായ സത്യത്തിൽ റിജോയ്സ് ചെയ്യും. ദൈവസഭയിലും ദൈവമക്കളുടെ ഇടയ്ക്ക് പഥ്യ ഉപദേശത്തിൽ സന്തോഷിക്കും. അതിനെതിരായി വരുന്ന ഇടങ്ങളിൽ ഒരു ദൈവ പൈതലിന് സന്തോഷമില്ല. അതിൻ്റെ കാരണം പറയാം. ആളുകളെ വഴിതെറ്റിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റിക്കളയുക. അഗപ്പെ സ്നേഹമുള്ള ഒരു ദൈവ പൈതൽ ആ പാപത്തിലേക്ക് ആളുകൾ പോകുന്നത് കൊണ്ട് അവരൊരിക്കലും അതിൽ സന്തോഷിക്കുകയില്ല. സത്യത്തിലാണ് അവർ സന്തോഷിക്കുന്നത്. മനുഷ്യനെ പാപത്തിലേക്ക് ഉന്തിവിടുന്ന അനാത്മീകമായ ഉപദേശ പിശകുകളോട് അവൻ എതിർത്ത് നിൽക്കും. ഇത് ദൈവമക്കൾ ദയവായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അല്ലാതെ പലപ്പോഴും ഒരു പാസീവ് ആറ്റിറ്റ്യൂഡാണ്. അത് സാരമില്ല, ഉപദേശ പിശകുണ്ടെങ്കിൽ അതും സാരമില്ല. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല നമ്മൾക്ക് ആവശ്യമുള്ളത്. സത്യത്തിൽ സന്തോഷിക്കുക. റിജോയ്സിങ് ഇൻ ദ ട്രൂത്ത്.
എല്ലാം പൊറുക്കുന്നു. ലവ് ബെയർസ് ഓൾ തിങ്സ്. എത്രയൊക്കെ ആളുകൾ ഹേർട്ട് ചെയ്താലും, എന്തൊക്കെ വിപരീതമായി പറഞ്ഞാലും, കർത്താവിലൂടെ നമ്മൾ കണ്ടതാണ്. വാസ്തവത്തിൽ ഇവിടെ വെളിപ്പെടുന്ന അഗപ്പെ സ്നേഹം മുഴുവൻ കർത്താവിൽ നമ്മൾ കാണുന്നു. കർത്താവ് നമ്മളോട് കണക്ക് വെച്ചതായിരുന്നെങ്കിൽ നമ്മൾ ആർക്ക് നിൽക്കുവാൻ കഴിയും? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ തന്നെയാണ് നമ്മൾ അന്യോന്യവും ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും. 13-ാമത്തെ കാര്യം, എല്ലാം വിശ്വസിക്കുന്നു. ലവ് ബിലീവ്സ് ഓൾ തിങ്സ്. അഗപ്പെ സ്നേഹത്തിൽ സംശയദൃഷ്ടിയോടെ, സസ്പീഷ്യനായിട്ടല്ല ആളുകളെ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തെങ്കിലും ഒരാളിനെക്കുറിച്ച് നമുക്ക് ഡൗട്ടുണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള ഒരാളിനെ സസ്പീഷനോടെ നോക്കാതെ നല്ലത് മാത്രം അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു അനുഭവം. ഇതാണ് എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ഒരു മനുഷ്യൻ ശരിയാണ്, അയാൾ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് ബോധ്യമായാലും എല്ലാം സഹിക്കുന്നു. ലവ് എൻഡ്യൂഴ്സ് ഓൾ തിങ്സ്. അഗപ്പെ സ്നേഹം ഒന്നുകൊണ്ടും ആരൊക്കെ എന്തെല്ലാം ചെയ്താലും അത് കംപ്ലീറ്റ് സഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇറ്റ് എൻഡ്യൂഴ്സ് ഓൾ തിങ്സ് അറ്റ് ഓൾ കോസ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് വന്ന് അഗപ്പെ സ്നേഹത്തെക്കുറിച്ച് വളരെ ലളിതമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയായിരുന്നു. ഈ സ്നേഹത്തിലൂടെയാണ് അന്യോന്യം സ്നേഹിക്കുവാനായി കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്ക് സ്വയമായിട്ട് അങ്ങനെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. മുന്തിരി വള്ളിയാകുന്ന കർത്താവുമായി കൊമ്പുകൾ നിരന്തരം ഒട്ടിയിരിക്കുകയാണെങ്കിൽ കർത്താവിലൂടെ എന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ അതിപ്രധാനമായ കൽപ്പന അനുസരിക്കാനുള്ള കടപ്പാട് നമ്മൾക്കുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയില്ല. കർത്താവ് ദാനമായി തരുന്ന പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ അന്യോന്യം സ്നേഹിപ്പാൻ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അഗപ്പെ സ്നേഹത്താൽ ദൈവസഭകളിൽ ദൈവമക്കൾ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.